പത്തനംതിട്ട റാന്നിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ക്രൂരമർദ്ദനം. റാന്നി വെച്ചൂച്ചിറ പരുവയിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം. യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ജെറിനും സുഹൃത്തും സഞ്ചരിച്ച ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ഈ പരുവ ജംഗ്ഷനിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടെ ഗുണ്ടാവിളയാട്ടം പോലാണ്. ഇവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ വന്ന് വൈകിട്ടും പകലും എല്ലാം ചീത്തവിളി, ബഹളം, തമ്മിൽ തല്ല്, ബഹളം, ഭയങ്കര മർദ്ദനങ്ങളൊക്കെയാണ്. മർദ്ദിച്ച് അവശരാക്കുകയാണ് ചില ജനങ്ങളെയൊക്കെ. വഴിയെ പോകുന്നവരെയൊക്കെ മർദ്ദിക്കുന്ന ഒരു പ്രവണത കുറച്ച് ദിവസമായിട്ട് ഇവിടെ കണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ നാട്ടുകാർ കുറേ പേരൊക്കെ പ്രതികരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊന്നും യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായൊരു സംഭവം, രണ്ട് പെയിൻറ്റിങ് തൊഴിലാളികളെ പത്തനംതിട്ടയിലെങ്ങാണ്ട് പോയി പെയിൻറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് 8:45 കൂടി ഇവർ മദ്യപിച്ച് ഇവിടെ കവരെ നിൽക്കുകയായിരുന്നു. അവരിവരെ എന്തോ പൂർവ്വപര്യായത്തിന് പിടിച്ചു നിർത്തുകയും രണ്ടുപേരെയും വണ്ടിയിൽ ഇരുത്തി തന്നെ മനുഷ്യനെ എറണാകുളം പോലുള്ള വലിയ ടൗണുകളിൽ മാത്രം കാണുന്ന രീതിയിലുള്ള മർദ്ദന രീതികൾ നടത്തി രണ്ടുപേരെയും മർദ്ദിച്ച് അവശരാക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത്. വിശദാംശങ്ങളുമായി ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KP അത് തന്നെയാണ്. അതായത് ഈ ഒരു രാഷ്ട്രീയ സംഘർഷമാണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. റോഡിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി 8:45 കൂടി റാന്നി വെച്ചൂച്ചിറ പരുവ ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം നടക്കുകയുണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെറിനും സുഹൃത്ത് കാർത്തിക്കും സ്കൂട്ടറിൽ വരികയായിരുന്നു. ഇവരുടെ ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവരെ ക്രൂരമായിട്ട് വർദ്ധിക്കുകയുണ്ടായത്. ഇടിവള ഊരി മുഖത്തിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടിച്ചതിന് ശേഷം റോഡിൽ കൂടി വലിച്ചിഴക്കുകയും തുടർന്ന് ഈ ജെറിനെ സമീപത്തെ കടത്തിണ്ടയിൽ കൊണ്ട് കിടത്തുകയും ഒക്കെ തന്നെ ചെയ്തു ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഈ പരിക്കേറ്റിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അടക്കം അവിടുത്തെ പ്രദേശവാസികൾ ചേർന്നാണ് പിന്നീട് പ്രദേശത്ത് സ്ഥിരമായിട്ട് ഇവരിങ്ങനെ ഗുണ്ടാവിളയാട്ടം നടത്തുന്നതാണ്, അക്രമ ഭീതി വരുത്തുന്ന സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും നാട്ടുകാർ ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട് പോലീസിന്. പക്ഷെ പോലീസ് ഇതുവരെയും കേസെടുക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. SIയെ വിളിച്ചപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയും കേസെടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. എന്തായാലും നാട്ടുകാർ പറയുന്നത് അവർ വളരെ ഭീതിയിലാണ്. ഈ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ വീണ്ടും ആശങ്കകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകുകയാണ്. KP. ഗൂഗിൾ രമേശാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ.